Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ച LDF കൗൺസിലർമാർ. നഗരത്തിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. നഗരത്തിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കവാടത്തിന് മുന്നിലാണ് LDF കൗൺസിലർമാർ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതോടെയാണ് 7 LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നഗരത്തിലെ പ്രധാന റോഡുകൾ മാസങ്ങളായി ഇരുട്ടിൽ തുടരുന്നത് ഭരണസമിതിയുടെ ഗുരുതരമായ വീഴ്ചയാണെന്നും ജനങ്ങളുടെ സുരക്ഷയെപ്പോലും അവഗണിക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളുടെ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചു, ഏതാണ്ട് 10 ലക്ഷം രൂപ ഏതാണ്ട് കൊടുക്കാനുണ്ട്. അതിൻ്റെ പണം കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ അടുത്ത വർക്ക് ചെയ്യുകയുള്ളൂ എന്നാണ് അവരുടെ തീരുമാനം. നമ്മൾ എന്ത് ചെയ്യും? ഈ നഗരത്തെ മുഴുവനും ഇരുട്ടിലാക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഏതാണ്ട് 30ഓളം വാർഡുകളാണുള്ളത്. ഈ 30 വാർഡുകളിലെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. പല ഭാഗങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. രാത്രിയായി കഴിഞ്ഞാൽ MDMA പോലുള്ള മയക്കുമരുന്ന് പോലുള്ള ആളുകൾ കച്ചവടക്കാരെ ഒരു കേന്ദ്രമായി പല സ്ഥലങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ വാർഡുകളിൽ നിന്നും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം ഞങ്ങൾ ഈ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിലേക്ക് നടത്താൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയയുടെയും വിളയാട്ടമാണെന്നും നഗരസഭ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.